രാവിലെ 6 മണിക്ക് ജനനായകന്റെ ആദ്യ ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള കൂട്ടമാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ന്യൂ തിയേറ്ററിലാണ്. അവിടെ വിജയ് അണ്ണി ഫാൻസ് ഉണ്ട്. മകൾ ഓക്കെ. ലൈക്ക് രാവിലെ 6 മണിക്ക്. പക്ഷെ അവസാനത്തെ സിനിമ എന്താണ്? ഒത്തിരി വിഷമമുണ്ട്. അണ്ണന്റെ അവസാനത്തെ മൂവിയാണ്. പക്ഷെ നമ്മൾ ഒരുപാട് കാത്തിരുന്നു ഇപ്പോൾ തിയേറ്ററിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ അത് കാണാനുള്ള ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഇപ്പോൾ വന്നേക്കുന്നത്. പ്രിന്റൊക്കെ ലീക്ക് നിങ്ങൾ കണ്ടില്ലല്ലോ? നമ്മൾ കണ്ടില്ല. നമ്മൾ തിയേറ്ററിൽ കാണാൻ നമ്മള് കണ്ടില്ല. അണ്ണന്റെ മൂവി തിയേറ്ററിൽ വരൂല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്ത് എപ്പോഴായിരുന്നാലും തിയേറ്ററിലേ കാണുന്നുള്ളൂ എന്നുള്ള ഒരു ഇതിൽ തിയേറ്ററിൽ കാണുമെന്നുള്ള ഒരു ശബ്ദം എടുത്താണ് നമ്മളിന്ന് വന്നേക്കുന്നത് കാണാനായിട്ട്. പക്ഷെ മൂവി വിട്ടു പോയതിൽ ഒരുപാട് വിഷമം വരുന്നുണ്ട്. എങ്കിലും നമ്മളത് വിട്ടുപോയാലും ഇപ്പൊ എപ്പോഴും നിയമസഭയിൽ കാണാം മുഖ്യമന്ത്രി കാണുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു സിനിമ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ ലീക്കായപ്പോണ്ടായ വിഷമം ഉണ്ടായിരുന്നു. ലീക്കാവുമ്പോ നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി പേര് പറഞ്ഞു ലീക്കായി കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ കാണുന്നില്ല. നമ്മൾ തിയേറ്ററിൽ വരുമ്പോ അണ്ണന്റെ തിയേറ്ററിൽ വന്ന് കാണുന്നുള്ള ആ ഒരു ഇതിലിരിക്കുകയായിരുന്നു. എപ്പോ തൊട്ടാ വിജയ് ഫാനായ? പണ്ട് തൊട്ടേ വിജയ് ഫാനാ. കുഞ്ഞുനാൾ മുതലേ വിജയ് ഫാനാ. ഈ ചിത്രത്തിന് പ്രതീക്ഷ എന്താ? ഒന്നും കാണാത്തോണ്ട് ഞാൻ ചോദിക്കുന്നത്, എന്താണ് എക്സ്പെക്ടേഷൻ? ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നമുക്ക് നമ്മൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ വന്നേക്കുന്നത്. അവസാനത്തെ മൂവി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. പ്രിന്റ് ലീക്കായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഡിസിഷൻ എടുത്തതാണ്. നമ്മൾ തിയേറ്ററിൽ പോയേ കാണത്തുള്ളൂ, നമ്മളത് കാണത്തില്ല. നമുക്ക് ഒരുപാട് രീതിക്ക് ലിങ്കൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ നമ്മളാരും അത് കാണാൻ ശ്രമിച്ചിട്ടില്ല. ഇങ്ങനൊരു മൂമെന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇത് മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നേ എടുക്കുന്ന സിനിമയാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ഒരു പാർട്ടി പരിപാടിയൊക്കെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണല്ലോ സെൻസർ ബോർഡുകാർ ഇത്രയും ബുദ്ധിമുട്ടിപ്പിച്ചതും ഒക്കെ. നമുക്ക് കാണുമ്പോൾ അറിയാം. നമ്മൾ ഇതൊരു സിനിമ കണ്ടില്ലല്ലോ, റിവ്യൂ അത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റും. ജനുവരി 9 റിലീസ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ജൂലൈ 23 ഈ ഒരു 7 മാസം എന്ന് പറയുന്നത് നിങ്ങൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ജേണി അല്ലല്ലോ. വെയിറ്റ് ചെയ്യാൻ ഭയങ്കര കാത്തിരിപ്പായിരുന്നു. വലിയൊരു ജേണി തന്നെയായിരുന്നു അത്. അങ്ങനെ ഒരു 7 മാസത്തെ കാത്തിരിപ്പിന് ഇടയിലാണ് 7 മാസവും 14 ദിവസങ്ങളുമാണ് ജനുവരി 9 ശേഷം ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു കാത്തിരിപ്പാണ് ജനനായകന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളത്. ഏതായാലും നമ്മൾ കുറച്ചുകൂടെ ഫാൻസിന്റെ അടുത്തേക്ക് പോകാം. സുഖം എക്സ്പെക്ടേഷൻ എന്താണ്? പ്രതീക്ഷ എന്താണ്? കൊള്ളാം. നമ്മളിപ്പോ നല്ല വൈബ് മൂഡിലാണ്. എന്നാലും എമോഷണൽ ആവും. കുറച്ച് കഴിയുമ്പോൾ അറിയാം കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. എന്തായാലും കരയും. എമോഷണൽ ആണ്. കരയിപ്പിക്കല്ലേ. ഓൺലൈനിൽ പ്രിന്റ് ലീക്ക് ചെയ്യുന്ന ഉൾപ്പെടെ സാഹചര്യം ഉണ്ടല്ലോ. അത് നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല, ചെത്താലും കാണൂല. ഒരു സീന് പോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫീഡിൽ കുറച്ച് വന്നായിരുന്നു, അതുപോലും ഞാൻ കണ്ടില്ല. പിന്നെ ഭഗവത് കേസരി സിനിമ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ സിനിമ പോലെ ടി വിയിലിട്ട പോലും ഞാൻ കണ്ടില്ല. കാണണമെങ്കിൽ ഞാൻ തിയേറ്ററിലെ കാണുള്ളതാണ് എന്റെ സിനിമ. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, അത് വിഷമം ഉണ്ടാക്കുന്ന ഒരു ഘട്ടം കൂടെയാണ്. അങ്ങനെ എന്തോ പറയട്ട് വിഷമം ഉണ്ടായി. എനിക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയട്ടെന്ന് പറഞ്ഞിട്ടാ. പക്ഷെ എന്തായാലും നമുക്ക് ഉള്ളിലൊരിതുണ്ടായിരുന്നു. നമ്മൾ കാണൂല, നമ്മുടെ ഫാൻസ് ആരും കാണൂല. എന്തായാലും അണ്ണൻ്റെ ഇത് തിയേറ്ററിൽ വന്നാൽ മാത്രമേ കാണുന്നു മനസ്സിലുണ്ടായിരുന്നു. അതേപോലെ തിയേറ്ററിൽ വന്നപ്പോൾ വന്ന് നിൽക്കുന്നു. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് എടുക്കുന്ന സിനിമയാണല്ലോ. ഇപ്പൊ CM ആയതിനു ശേഷം ഈ സിനിമയ്ക്ക് പ്രസക്തി ഉണ്ടാവുന്നുള്ള ചോദ്യമുണ്ട്. സത്യത്തില് ഇതിന് മുന്നേ റിലീസായിരുന്നെങ്കിൽ വിജയ് തളപതിനെ വരത്തോളായിരുന്നു. ഇനിയിപ്പോൾ CM വരത്തില്ലേ. അപ്പൊ അതിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ബോണസ് കിട്ടിയതുപോലെ അല്ലേ. അപ്പൊ എന്തായാലും ഒരു ഹിസ്റ്ററി ആയില്ലേ. ഒരു CMന്റെ സിനിമ നമുക്ക് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റും. നമ്മൾ വിജയിച്ചോ? എപ്പോഴും തളപതി വിജയ് എന്ന് കണ്ടപ്പോ നമ്മളൊരു CMന്റെ സിനിമയാണ് കാണാൻ വന്നിരിക്കണം. അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. അല്ല, അപ്പൊ ഇപ്പം സിനിമ അവസാനത്തെ സിനിമയും കൂടിയാണ്. ഇനി സിനിമ ഇല്ല. ഓർമ്മിപ്പിക്കല്ലേ. കരഞ്ഞു, സത്യത്തിൽ കരഞ്ഞു. നല്ല വിഷമമുണ്ട്. അത് ഇപ്പൊ കാണാൻ പോകണമെന്നുള്ള ഒരു വൈബിൽ നിൽക്കുന്നത്. ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ആണ് എൻ്റെ എല്ലാം തിരിച്ചിടൂന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും കരയും. ചുമ്മാവേ കരയും. അവർ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഇടുമ്പോഴത്തേക്ക് പിന്നെ കരയാതിരിക്കൂ. കരയും. ഉറപ്പായിട്ടും വിഷമമുണ്ട്. ഇനിയും എനിക്ക് അണ്ണൻ്റെ അടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ അടുത്ത 5 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ അടുത്തുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമ ഒരു 5 വർഷത്തേക്ക് ഒരു വാട്ടി ഒരു പടം അത് നടിക്കണ പ്ലീസ്. ഒരു കോരിക്കയാ കേട്ട് കുറയണ ഒരു പടം അത് ഒരു വർഷത്തേക്ക് ഒന്നും കൂടെ വേണ്ട. 5 വർഷത്തേക്ക് ഒന്ന് മതി. 5 വർഷത്തിലൊരു സിനിമ മതി. അതെങ്കിലും മതി. ഒന്നും ഇല്ലാത്തതിന് അതെങ്കിലും കിട്ടിയാൽ മതിയല്ലോ.